ഞങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞേ? ഇല്ലെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കില്ലല്ലോ. യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതിനാണ് പോലീസ്. അവർക്ക് അതിനതിൻ്റെതായ രീതികളുണ്ട്. അതിന് പരിഭവം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ എന്റെ ഭാര്യ, അതായത് നിങ്ങളുടെ അമ്മയെ കൊന്നു കുഴിച്ചു മൂടി എന്നാണോ നീ നിന്റെ പോലീസിനെ വെച്ച് തെളിയിക്കാൻ പോകുന്നത്? അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛൻ ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭയക്കണം. അതുപോലെ നിങ്ങൾ 3 പേരും അറിയാതെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അമ്മയെ ഇല്ലാതാക്കിയെന്നാണോ കുഞ്ഞേച്ചി പറഞ്ഞു വരുന്നേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയെ കണ്ടുപിടിക്കണം. അതെന്റെ ആവശ്യമാണ്. അതിനെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴികളും ഞാൻ നോക്കും. ആ വഴികൾ ഞങ്ങൾക്ക് നേരെ കൊണ്ടുവരുന്നത് എന്തിനാന്നാ ചോദിക്കുന്നത്? നിന്നെ പോലെ തന്നെ അമ്മയെക്കുറിച്ചും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം നീ മാത്രമല്ലല്ലോ അമ്മയുടെ മക്കളായിട്ടുള്ളത്, ഞങ്ങളും അമ്മയുടെ മക്കളാ. പിന്നെ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കാനുള്ള ഒരു വഴിയാണ് നീ നോക്കുന്നെങ്കിൽ അതിന് ഇങ്ങനൊരു വളഞ്ഞ വഴി നോക്കേണ്ട കാര്യമില്ല. അത് നീ പറഞ്ഞാ മതി. എപ്പോ വേണമെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് മാറിത്തരാം. ചങ്കില് തട്ടുന്ന വാക്കുകൾ പറഞ്ഞ് എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ട. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് എന്റെ ചോദ്യത്തിന് ഈ വീട്ടിലുണ്ടായിരുന്ന നിങ്ങൾ 2 പേരും കൃത്യമായ മറുപടി എനിക്ക് തന്നേ പറ്റൂ. അമ്മ ഇവിടുന്ന് സ്വസ്ഥത കിട്ടാതെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ 2 പേരും തന്നെയാ. കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. എന്നിട്ട് കുഞ്ഞേച്ചിക്ക് ഈ സ്വത്തെല്ലാം എടുക്കണം. കുഞ്ഞേച്ചി എടുത്തോ, ഞങ്ങൾക്കൊന്നും വേണ്ട. പക്ഷേ അതിനിങ്ങനൊരു വഴി കുഞ്ഞേച്ചി തെരഞ്ഞെടുക്കണ്ടായിരുന്നു. ദേ, എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെല്ലാം എടുത്തോ. എനിക്ക് എന്റെ അമ്മയെ മാത്രം തന്നാ മതി. നിങ്ങൾ 2 പേരും അറിയാതെ അമ്മ ഒരിടത്തേക്കും പോവില്ല. എനിക്കറിയണം എന്റെ അമ്മയ്ക്ക് ഇവിടെ എന്താ സംഭവിച്ചെന്ന്. അത് ഞാൻ അറിയുകയും ചെയ്യും. ഞാനിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് ഞാൻ അറിയുക തന്നെ ചെയ്യും. അതിന് പിന്നിൽ നിങ്ങൾ ആരും ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന. നീ ഈ പറയുന്ന പോലെ നിന്റെ വീട്ടിൽ സാധനം മേടിക്കാറില്ലേ? അതെ, എന്നോടൊന്നും പറയണ്ട. കാശ് കൊടുത്തതും സാധനങ്ങൾ വാങ്ങിയതും ഒക്കെ ആശാനാ. എന്തെങ്കിലും പറയാണ്ടെങ്കിലേ ആശാനോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ആശാനെ, നീ പോയിക്കോ. ഇനി ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടി, നിന്റെ മകൻ കാരണം തല ഉയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എടി, എന്റെ 2 മക്കളും പാഴായി പോയല്ലോ. എന്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? എന്താ ഉണ്ടായെന്ന് പറ മഹേട്ടാ. കാര്യം എന്താന്നറിയാതെ ഞാൻ എന്ത് പറയാനാ? എന്നാ കാണ്. തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലിടിച്ച് എന്നെ മുറിവായി കാണുന്ന എനിക്കിവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ ഭർത്താവായ ശിവന് മാത്രം. മകന്റെ വീരസാഹസിക രംഗങ്ങൾ കണ്ടോ? എന്റെ ഭർത്താവായ ശിവന് മാത്രം. അവന്റെ തള്ളയല്ലേ നീ? നീ ആദ്യം കണ്ട് സംതൃപ്തി അടയും.
തന്ത കണ്ട് മനസ്സ് നിറഞ്ഞു. മഹേട്ടാ മഹേട്ടാ, നമ്മുടെ ശിവൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? പിന്നെ അവൻ പുറത്തുനിന്ന് ആളെ വെച്ച് ചെയ്യിക്കൂ. എടി, സ്ത്രീകളെ തല്ലിയാലുള്ള കേസൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് അറിയോ? എടി, അവൻ അകത്തു പോവും. ഈശ്വര, ആ പെണ്ണിന്റെ മുഖത്തുനിന്ന് ചോര ഒഴുകുന്നത് കണ്ടോ? അങ്ങനത്തെ അടി അവൻ അടിച്ചിരിക്കുന്നത്. മഹേട്ടാ മഹേട്ടാ, നമ്മുടെ മോൻ അവനെ രക്ഷിക്കണമെന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അത് നീ ചിന്തിക്കുകയേ വേണ്ട. എടി, താലി കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവൻ നടത്തിയ വധശ്രമം, അതാണ് പോയിന്റ്. അഴിയെണ്ണു അവൻ. ഏത് കൊടി കെട്ടിയ വക്കീല് വന്നാലും ഈ കേസിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ കാര്യത്തില് ആ പെണ്ണിന്റെ കൂടെയാ. അവനെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചത്. അവൾക്ക് ജീവനാ. അതുകൊണ്ടാ അവൻ അവളെ തള്ളി പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും അവൾ അവന്റെ പിന്നാലെ ചെല്ലുന്നത്. മഹേട്ടാ, എന്നാ പിന്നെ നമുക്കൊന്ന് അവിടെ പോയി അവളെ കണ്ടാലോ? കേസും കൂട്ടും ഒന്നും വേണ്ട, സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റാന്ന് പറഞ്ഞു നോക്കിയാലോ? ചെന്ന് കേറിക്കോളൂ. എടി, ആ യോഹന്നാനും ആന്റണിയും ഒക്കെ ഇത് കണ്ടിട്ട് വിറളി പൂണ്ട് നിൽക്കുകയായിരിക്കും.